ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ, ഇന്നത്തെ ഗൈഡൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് കോർണുകോപ്പിയാണ്. ഇവിടെ സമൃദ്ധിയാണ്. കണ്ടില്ലേ, 11 ആണ് നമ്പർ. നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതിനുള്ള സമയമായിട്ടുണ്ടാവണം. നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ ആത്മീയമായ ഒരു പാതയിലേക്ക്, ആത്മീയത നിറഞ്ഞ ഒരു എനർജിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ സ്പിരിച്വലി നിങ്ങൾ കണക്റ്റ് ആയിട്ടുണ്ടാവണം. അല്ല എങ്കിൽ നിങ്ങൾ ഇപ്പോൾ പഴയതിനെ അപേക്ഷിച്ച് പഴയ ചില അനുഭവങ്ങളിൽ വെച്ചിട്ട് അതിലനുഭവിച്ചുള്ള ദുഃഖങ്ങളിൽ നിങ്ങൾ ഒരുപാട് തളർന്നിരുന്നിട്ടുണ്ടാവാം. അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടി നിങ്ങൾ കടന്നുപോയിട്ടുണ്ടാവാം കുറേ കാലങ്ങളോളം. അവിടെ നിന്ന് നിങ്ങൾക്ക് കുറെ കൂടി അവേക്കണിങ് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ ഒരു അവേക്കണിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാ തരത്തിലും മുന്നോട്ട് വരാൻ സാധിക്കുന്നു. ഈ ഒരു സമയത്ത് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു മാറ്റത്തെ കൊണ്ടുവരാൻ ഇവിടെ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് കടക്കാനുള്ള മാറ്റമാണ്. അതായത് ഡിവൈൻ ബ്ലെസ്സിങ്സ് ധാരാളമായിട്ട് നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയമാണെന്ന് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ 11 ആണ് നമ്പർ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സ്പിരിച്വൽ കണക്ഷൻ ആണ് കൂടുതലായിട്ട് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് കാലം കൊണ്ട് ചിലപ്പോൾ ഇത്തരത്തിലുള്ള നമ്പറുകൾ കാണുന്നുണ്ടാവാം. 1111, 111 ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവാം. അപ്പോൾ ഈ ഒരു സമയത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ലതുപോലെ മനഃശാന്തിയും സമാധാനവും സന്തോഷവും തരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇപ്പോൾ അനുഭവിക്കുന്ന ചില ദുഃഖങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിന് ശാന്തി കൊടുത്തുകൊണ്ട് മുന്നോട്ട് വരാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളിൽ നിങ്ങൾ അകപ്പെട്ടിട്ടുണ്ടാവണം. പക്ഷേ അവിടെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇനി എങ്ങനെ അതിനെ മറികടന്ന് മുന്നോട്ട് വരാമെന്ന്. പക്ഷെ എന്തെങ്കിലുമൊക്കെ മാർഗത്തിലൂടെ നിങ്ങൾ അതിന് പരിശ്രമിച്ചിട്ടുള്ളതിൽ നിന്നും നിങ്ങൾക്കൊരു പടി മുന്നോട്ട് വരാൻ സാധിക്കുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടി ആവശ്യമില്ലാത്ത കാര്യങ്ങളെയൊക്കെ വിട്ടിട്ട് മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. ചില കണക്ഷനുകൾ, ചില ബന്ധുക്കളുമായിട്ടുള്ള വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ ഒറ്റപ്പെട്ട ഒരു പ്രതീതി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങൾക്കൊരു സപ്പോർട്ട് തരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഈ ഒറ്റപ്പെടലിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഞാനിവിടെ ഒറ്റയ്ക്കല്ല, എനിക്ക് യൂണിവേഴ്സ് കൂട്ടിനുണ്ട്. ഈ ഒറ്റപ്പെടൽ എൻ്റെ ജീവിതത്തിലെ ഒരു സമൃദ്ധിയിലേക്കുള്ള പാതയാണ്. ആ ഒരു പാതയിലാണ് ഞാൻ ഇപ്പോൾ സഞ്ചരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടാകണം. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള എനർജിയാണ്. നിങ്ങളുടെ മനസ്സിന് ധൈര്യം കൊടുത്തുകൊണ്ട്, നിങ്ങളുടെ ശരീരത്തിന് ധൈര്യം കൊടുത്തുകൊണ്ട്, മനസ്സിന് മാത്രം ധൈര്യം കൊടുത്താൽ പറ്റില്ലല്ലോ. അപ്പോൾ അതുപോലെ ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്നല്ലേ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് ധർമ്മം ആചരിക്കാനുള്ള ഏറ്റവും നല്ല ഒരു ഉപകരണമാണ് ശരീരം. മനസ്സിലായോ? അപ്പൊ ശരീരം ആദ്യം വൃത്തിയാക്കണം, അതേപോലെ മനസ്സിനെയും വൃത്തിയാക്കി കൊണ്ടുപോവുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു എനർജിയിലേക്ക് കടക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ പലരും ഈ ഒരു കാര്യത്തെ മുൻനിർത്തി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വരുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് ആവാം, ഡിവൈൻ ബ്ലെസ്സിങ്സ് ആവാം, ധാരാളമായിട്ടും ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നു. അതുവഴി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സാധ്യമാകുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകുന്നത് ഇന്നല്ലെങ്കിൽ നാളെ. നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്കുകൾ സഫലമാകും. നിങ്ങൾ ആത്മീയതയിലേക്ക് കടക്കുമ്പോഴാണ്, നിങ്ങളുടെ മനസ്സ് ശുദ്ധി വരുമ്പോഴാണ്, പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് നിറയ്ക്കാൻ സാധിക്കുമ്പോഴാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്കുകൾ പലതും സഫലമാകുന്നത്. അല്ലാതെ വെറുതെ ഒന്നും സഫലമാവില്ല. മനസ്സിലായ? ആ ഒരു
കളങ്കമില്ലായ്മ ഉള്ളിലേക്ക് കൊണ്ടുവരിക. അവിടെയാണ് ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾ പല കാര്യങ്ങൾ എത്ര തവണ എഴുതി വെക്കുന്നുണ്ടോ, അല്ല എങ്കിൽ എത്ര കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ, നിരന്തരം നിരന്തരം മനസ്സിലേക്ക് കൊണ്ടുവരിക, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എനർജി കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ മാനിഫെസ്റ്റ് ആവുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ഈ ഒരു എനർജി നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ 1111 എന്ന് കമന്റ് ചെയ്ത് പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. കാരണം അത് നിങ്ങൾക്ക് സമൃദ്ധിയെ കൊണ്ടുതരുന്നതാണ്, ഐശ്വര്യത്തെ കൊണ്ടുതരുന്നതാണ്, മനസമാധാനത്തെ, സന്തോഷത്തെ ഒക്കെ കൊണ്ടുതരുന്ന എനർജിയാണ് ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അടുത്തതായിട്ട് കണ്ടില്ല, ഇവിടെ നമ്പർ 8 ആണ് വന്നിരിക്കുന്നത്. ഇവിടെ വുമൺ ഹോൾഡിങ് ഹാർട്ടാണ്. അപ്പോൾ ഇവിടെ ഈ ഹാർട്ടിന്റെ ഹോൾഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? മറ്റുള്ളവരുടെ സ്നേഹത്തിന് വേണ്ടി, മറ്റുള്ളവരെ സ്നേഹിക്കാൻ ഉള്ള കഴിവ്, സ്നേഹം തിരിച്ചു വാങ്ങിക്കാനുമുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഈ സമയത്ത് വരുന്നു. എന്തുകൊണ്ട്? നിങ്ങളിവിടെ ഐശ്വര്യത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ മനസ്സ് ശുദ്ധമാക്കിക്കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതെ അനാവശ്യ കാര്യങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് വരുന്നു. നല്ല വ്യക്തികളെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നു, നല്ല വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. അതോടുകൂടി നിങ്ങളിലേക്ക് അബണ്ടൻസ് സംഭവിക്കുന്നു. എല്ലായ്പ്പോഴും പോസിറ്റീവായ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നിങ്ങളിലേക്ക് വരുന്നത് എപ്പോഴാണ്? നിങ്ങളുടെ ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുമ്പോഴാണ്. അപ്പോൾ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് തന്നെയാണ് നിങ്ങളിലേക്ക് നിങ്ങളുടെ ഹെൽത്ത്, വെൽത്ത് എല്ലാം എന്താണ് ബാലൻസ് ചെയ്തു പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ നിങ്ങളിലേക്ക് അബണ്ടൻസ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു ഹാർട്ട് എന്ന് പറയുന്നത് ഹോൾഡ് ചെയ്തിരിക്കുന്ന എന്താണ്? സ്നേഹത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ ഇതിന്റെ ആക്ടിവേഷൻ നിങ്ങളിൽ സംഭവിക്കുന്നുണ്ടാവണം. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ സമൃദ്ധിയും വരുന്നത്. ഈ ഒരു സമയത്താണ് നിങ്ങൾക്ക് 1111 എന്നുള്ള നമ്പർ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്പിരിച്വൽ വേയിലൂടെ മുന്നോട്ട് വരാനും സാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ഏഞ്ചൽ ഓഫ് ലവ്, ലവ് ലവ് തന്നെയാണ്. കണ്ടല്ലേ, ഇത് തന്നെയാണ് ഇവിടെ 4 ആണ്, നമ്പർ 4 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഏഞ്ചൽ ഓഫ് ലവ് കണ്ടില്ലേ, ഏഞ്ചൽസിന്റെ സ്നേഹം നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഫസ്റ്റിലെ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 11 ആണ് നമ്പർ. ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്ന്. ഇവിടെ അത് തന്നെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ വരുമ്പോൾ ഇവിടെ സ്നേഹം വരുന്നുണ്ട്. ഇവിടെ അത് തന്നെയാണ് ഏഞ്ചലിന്റെ ലവ് വരുന്നുണ്ട്. ഇവിടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷന് വേണ്ടി നിങ്ങൾക്ക് റോസ് ക്വാർട്സ് എന്ന ക്രിസ്റ്റൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുന്നതിനാണ് നിങ്ങളിവിടെ സ്നേഹം അങ്ങോട്ട് കൊടുക്കാനും സ്നേഹം ഇങ്ങോട്ട് വാങ്ങിക്കാനും ഉള്ളതാണ് റോസ് ക്വാർട്സ് എന്ന് പറയുന്ന ക്രിസ്റ്റൽ. അപ്പോൾ ക്രിസ്റ്റലുകൾ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഹീലിങ്ങിന് വേണ്ടി പ്രത്യേകിച്ച് ഉപയോഗിക്കുന്ന ഒരുപാട് തരത്തിലുള്ള ക്രിസ്റ്റലുകളുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു സ്നേഹം എന്ന് പറയുന്നതാണ് നിങ്ങളെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്നത്. ഏത് കാര്യത്തിനോടും നിങ്ങൾക്ക് അറ്റാച്ച്ഡ് ആവണമെങ്കിൽ അവിടെ ലവ് എന്ന് പറയുന്ന ഇമോഷനെ കൊണ്ടുവരണം. ഈ ഒരു ഇമോഷൻസ് ഇല്ലാതെ നിങ്ങൾക്ക് ഒരു കാര്യവും സാധിക്കുകയില്ല. സാമ്പത്തികം മാത്രമുള്ളത് കൊണ്ടൊന്നും നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അവിടെ അതിനോട് കണക്റ്റ് ആയിക്കൊണ്ട് വേണ്ട ഏറ്റവും വലിയ ഒരു വികാരമാണ് ലവ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ഇതിനെ കൂടി കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നതാണെന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നമ്പർ 4 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി വരും. എന്തിൻ്റെ കാര്യത്തിലാണ്? സ്നേഹത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ ഹാർട്ട് ചക്ര കൂടുതൽ ആക്റ്റീവ് ആവുകയും ഒരുപാട് സന്ദർഭങ്ങളും സാഹചര്യങ്ങളും വ്യക്തികളും നിങ്ങളിലേക്ക് വരാനും തുടങ്ങുമ്പോൾ ഒത്തിരി നല്ല കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന, ഇവിടെ നമ്മൾ പറയുന്നുണ്ടല്ലോ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ സാധ്യമാകുമെന്ന്, അങ്ങനെ ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ ഇവിടെയും കടക്കാൻ തുടങ്ങുന്നത് എന്നാണ് നമ്മൾ കാണുന്നത്. സൺ കാർഡാണ് അടുത്തത് വന്നിരിക്കുന്നത്. ആൾട്ടൈഡപ്പ്. ഇവിടെയോ ടെമ്പിൾ പാത്താണ് നമ്പർ 3. ബ്ലെസ്സിങ്സ് തന്നെയാണ് നിങ്ങളിലേക്ക് വരുന്നത്. ഇത് വളരെ നല്ല എനർജിയാണ്. നിങ്ങൾക്ക് ധാരാളമായി ബ്ലെസ്സിങ്സ് വരുന്ന എനർജിയാണ് ടെമ്പിൾ പാത്ത്. ടെമ്പിൾ പാത്ത് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ
അസൂയ, അസൂയ, വിദ്വേഷം, ഇതൊക്കെ മറ്റുള്ള ശത്രുത, ഇതൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് നമ്മൾ എവിടെയാണ് പോകുന്നത്? ക്ഷേത്രങ്ങളിൽ പോകും അല്ലെ, ആരാധനാലയങ്ങളിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലുള്ള ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഇമോഷൻസിനെ, നെഗറ്റീവ് തോട്ട്സിനെ ഒക്കെ ഒന്ന് ഉപേക്ഷിക്കണം. എന്നാൽ മാത്രമേ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയുള്ളൂ. അതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മൾ സൺ കാർഡാണ് വന്നിരിക്കുന്നത്, നമ്പർ 1 ആണ്. ഇവിടെ 11 പോയിട്ട് 1 വന്നിരിക്കുന്നു. അപ്പോൾ 11 നമ്പർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 111 വന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ 5 ആണ് നമ്പർ വന്നിരിക്കുന്നത്. സൺ കാർഡ് എന്ന് പറയുമ്പോഴെന്താണ്, നിങ്ങൾക്ക് ഒരുപാട് ഹാപ്പിനെസ്സിലേക്ക് പോകാൻ സാധിക്കുന്നു. ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിരുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് വെളിച്ചം കണ്ട് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. നല്ലൊരു സൂര്യോദയം, നിരാശയുടെ ജീവിതത്തിൽ നിന്നും പ്രകാശമയമായ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു. ജീവിതത്തിന്റെ ഒരു തുടക്കം നിങ്ങൾക്ക് ഇവിടെ കുറിക്കാൻ സാധിക്കുന്നു. ഒരു തുടക്കത്തിലേക്ക് വരാൻ സാധിക്കുന്നു. അത് നിങ്ങൾ അറിയാതെ പോലും നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു മാറ്റമാണ്. നിങ്ങൾ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും, ഒരു മാറ്റത്തെ നിങ്ങൾ സ്വയം ഇങ്ങനെ കൊണ്ടുവരണമെന്നില്ല. മാറ്റം തനിയെ വരും നിങ്ങളുടെ ജീവിതത്തിൽ. മനസ്സിലായി? അപ്പോൾ അത് കണ്ട് ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് അതിശയപ്പെട്ടു പോകാം, എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇത് ഇങ്ങനെ സംഭവിക്കുന്നത്? ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകുന്നു, സ്വപ്നം കാണുന്ന കാര്യങ്ങളൊക്കെ സഫലമാകുന്നു, അല്ലെങ്കിൽ സ്വപ്നം കാണുന്നതിന് മുൻപായിട്ട് തന്നെയും അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിൽ വരുന്നതിന് മുൻപായിട്ട് നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രകൃതിയിൽ കാണാൻ തുടങ്ങുന്നു. അങ്ങനെ കാണുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് യാഥാർത്ഥ്യമായി ഭവിക്കുന്നു. ഇതൊക്കെ നിങ്ങൾ സ്വയം അതിശയിച്ചിട്ടുണ്ടാവണം, എന്തുകൊണ്ട് എനിക്കത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന്. ഇവിടെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മാറ്റം വരുന്നു എന്നുള്ളതാണ്. ഏറ്റവും വലിയ മാറ്റം സംഭവിക്കുന്ന എവിടെ നിന്നാണ്? നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുമാണ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുമാണ് നമുക്ക് മാറ്റം സംഭവിക്കുന്നത്, അല്ലാതെ പുറമേ അല്ല. പുറത്തെ ലോകത്തിൽ നിന്നല്ല മാറ്റം സംഭവിക്കുന്നത്. നമ്മുടെ ഉള്ളിലാണ് ഈ അബണ്ടൻസ് എല്ലാം ഉള്ളത്. നമ്മൾ നിരന്തരം ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് സ്വാഭാവികമായി അടുത്ത് വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളെയും നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും സാധ്യമാവുകയില്ല. മനസ്സിലായി? അതുകൊണ്ട് അത്തരത്തിലുള്ള ചിന്തകളിൽ നിന്നും നിങ്ങൾ വിമുക്തി നേടുക. അങ്ങനെ വരുമ്പോഴാണ്, അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ എന്താണ് ബ്ലെസ്സിങ്സ് ലഭിക്കും. ഇവിടെ ടെമ്പിൾ പാത്തിലേക്ക് പോകണമെങ്കിൽ നിങ്ങളുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ, ഇമോഷൻസിനെ എല്ലാം നിങ്ങൾ താഴെ വയ്ക്കുക, അല്ലെങ്കിൽ ഉപേക്ഷിക്കുക. അങ്ങനെ ഉപേക്ഷിക്കുമ്പോൾ നല്ല സമൃദ്ധിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ വീട് വാങ്ങിക്കാനോ വാഹനം വാങ്ങിക്കാനോ ഒക്കെ ഉള്ള ഒരു പുതിയ തുടക്കമാണ്. ഇതെല്ലാം വാങ്ങിച്ചു കഴിയുമ്പോഴാണ് നിങ്ങൾ അതിശയിച്ചു പോകുന്നത്, എനിക്ക് എന്നെ കൊണ്ട് ഇതൊക്കെ എങ്ങനെ സാധിച്ചു എന്ന്. മനസ്സിലായി? ഇവിടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു സ്പിരിച്വൽ വേയിലൂടെ നിങ്ങൾ വന്നിരിക്കുന്നു. ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് നിങ്ങൾ ഈ സ്പിരിച്വൽ വേയിലൂടെ വന്നിരിക്കുന്നത്. മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവാം, കൃത്യനിഷ്ഠയോടുകൂടി പല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവാം, ആവശ്യമില്ലാത്ത പല കാര്യങ്ങളെ ഉപേക്ഷിച്ചിട്ടുണ്ടാവാം. മറ്റുള്ളവരുടെ കാര്യങ്ങൾ, കുറ്റങ്ങളും കുറവുകളും പറയുന്ന ഒരു സ്വഭാവം, അല്ലെ ഗ്ലോസിപ്പ് പറയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഉപേക്ഷിച്ചിട്ടുണ്ടാവാം. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഇവിടെ നിങ്ങളുടെ ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുന്നത്, ഇവിടെ സ്നേഹം മറ്റുള്ളവരിൽ നിന്നും വരുന്നത്, അതുപോലെ ജീവിതത്തിൽ ഒരു നല്ല തുടക്കം വരുന്നത്. മനസ്സിലായി? ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിന് അത് സന്തോഷമാകുന്നു. അങ്ങനെ ഒരു സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു. ഒരു ക്രിയേറ്റീവ് എനർജി നിങ്ങളിലുള്ളത് അതിന് സമയമാകുന്നുണ്ട്. അതിൻ്റെതായ ഒരു ശക്തി അറിയണമെങ്കിൽ, മനസ്സിലായി, അതിൻ്റെതായ ഒരു റിസൾട്ട് നിങ്ങൾക്കൊരു പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ ഒരു സമയമാകുന്നു. അപ്പോൾ ഇതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ആൾ ടൈഡ് അപ്പ് എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. നമ്പർ 5 ആണ്. ഒരു സങ്കീർണതയിൽ കഴിയുകയാണ്. ഒരു സങ്കീർണമായ ഒരു അവസ്ഥയിലാണ് ഇവിടെ കഴിയുന്നത് എന്ന് കാണുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ മറ്റുള്ളവരുടെ അടിമയെ പോലെ കഴിയുകയാണ്. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ ജീവിക്കാൻ പറ്റില്ല. അത്തരത്തിലുള്ള ഒരു അവസ്ഥ, എല്ലാം കൂടെ കെട്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ആകെപ്പാടെ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. എന്തൊക്കെയോ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യമില്ല. ഈ കെട്ടിൽ നിന്നും പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. അത് നിങ്ങൾ സ്വയം വിചാരിക്കണം, നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ആകെപ്പാടെ പൂട്ടിക്കെട്ടി വെച്ചിരിക്കുകയാവാം. എനിക്ക് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ നിങ്ങൾ കഴിയുന്നതുമാകാം. ഇവിടെ നിങ്ങൾ നിങ്ങളെ തന്നെ പൂട്ടിക്കെട്ടി വെച്ചിരിക്കുന്ന ഒരവസ്ഥ, ഏതാണ്ട് ഒരു വല്ലാത്തൊരു വിഷമഘട്ടത്തിലാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട്. ഈ ഒരു വിഷമഘട്ടത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരണം, ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് കൊണ്ടുവരണമെങ്കിൽ, നിങ്ങൾ വിചാരിക്കുന്ന പല കാര്യങ്ങളെയും നിങ്ങൾക്ക് സാധ്യമാക്കി എടുക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളെ നിങ്ങളിവിടെ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്.
ഒന്നാമത് നിങ്ങൾ സ്വയം നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള പരിശീലനം ആരംഭിക്കണം. മനസ്സിലായി? മറ്റുള്ളവരോട് എന്തെങ്കിലും അഭിപ്രായം ചോദിച്ച് അതനുസരിച്ച് ജീവിക്കാനുള്ള ആ ഒരു കഴിവുകേടിനെ നിങ്ങൾ ഇവിടെ ഉപേക്ഷിക്കണം. അത് നിങ്ങളുടെ ഒരു കഴിവുകേട് തന്നെയാണ്. അതിനെ നിങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാവണം. ആദ്യം തന്നെ മനസ്സിന് ധൈര്യം കൊടുക്കണം. കുറച്ചുകൂടി പവർഫുൾ ആയിട്ട് മുന്നോട്ട് വരണം. അതിനായിട്ട് നിങ്ങൾ ക്ഷമ പാലിക്കണം. ആ ഒരു ലക്ഷ്യബോധത്തിലെത്തണം. നിങ്ങൾ വിചാരിക്കുന്ന കാര്യം സാധിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു ലക്ഷ്യബോധത്തിലെത്തണം. അതിനായിട്ട് പല കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു സക്സസ് ലഭിച്ചു എന്ന് വരില്ല. പക്ഷേ ക്രമേണ നിങ്ങൾക്കത് ലഭിക്കും. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് വരണം. ഈ പൂട്ടിക്കെട്ടി വെച്ചിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ മോചനം നേടേണ്ടത് അത്യാവശ്യ കാര്യമാണ്. അങ്ങനെയുള്ളപ്പോഴാണ് നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് അനുസരിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ വിലയില്ലാതെയാവുന്നത്. നിങ്ങൾക്ക് വാല്യൂ കൊടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ ശത്രു നിങ്ങൾ തന്നെയാണെന്നാണ് ഇവിടെ പറയുന്നത്. മറ്റുള്ളവർ പറയുന്നത് അനുസരിച്ച് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നല്ലവരാകും. നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊള്ളരുതാത്തവരാകും. പക്ഷെ നിങ്ങൾക്ക് ഈ സ്ഥാനമാനങ്ങൾ വേണ്ട. എനിക്ക് എൻ്റെ സന്തോഷമാണ് വലുത്, എൻ്റെ സ്വന്തം കാലിൽ നിൽക്കാൻ എനിക്ക് കഴിവുണ്ട് എന്ന് മറ്റുള്ളവരുടെ മുൻപിൽ തെളിയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വികാരങ്ങളെ ഒഴിവാക്കണം. അനാവശ്യകരമായ കാര്യങ്ങളെ ഒഴിവാക്കണം. സ്വയം ഫ്രീഡം അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് മുന്നോട്ട് വരാൻ ശ്രമിക്കണം. അതിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം. എന്നാലും നിങ്ങൾ അത് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം സാധ്യമാകും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് അബണ്ടൻസിലേക്ക് പോകാനും സാധിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ഡിവൈൻ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്ന സമയമാണെന്നുമാണ് നമ്മളിവിടെ കാണുന്നത്. ടാരോ കാർഡ്സ് കൂടി ഉണ്ടോ എന്ന് എടുത്ത് നോക്കാവേ. ഇവിടെ മജിഷ്യനാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. കണ്ടില്ല, നമ്മൾ പറഞ്ഞല്ലോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം സാധ്യമാകും. മാജിക്ക് പോലെ നിങ്ങളുടെ ജീവിതം മാറിക്കൊണ്ടിരിക്കും. ഇവിടെ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? നിങ്ങൾക്കൊരു പുതിയ തുടക്കം വരുന്നുണ്ട്. അത് എങ്ങനെയാണ് മാജിക്ക് പോലെ മാറുന്ന ഒരു ലൈഫ്? നിങ്ങൾ പോലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു തരത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ പല കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് പ്രയത്നിച്ചേ മതി. ഇവിടെ അതുപോലെ തന്നെ ഫുൾ കാർഡാണ് വന്നിരിക്കുന്നത്. ആത്മീയതയിലേക്കുള്ള യാത്രയാണ്. ഇവിടെ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു. ആത്മീയതയിലേക്കുള്ള ഒരു യാത്രയിലാണ് നിങ്ങളെന്നാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെ 1111 അതുപോലെ 111 കാണുന്നവരെന്ന് ക്ലെയിം ചെയ്ത് പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യണം തീർച്ചയായിട്ടും. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് എനർജി ക്ലെയിം ചെയ്യണം കേട്ടോ. ഒരിക്കലും ഉപേക്ഷ വിചാരിക്കരുത്. അങ്ങനെയുള്ള കാര്യത്തിനൊന്നും നിങ്ങളിത് സ്പിരിച്വൽ വീഡിയോസാണ് കാണുന്നത്. നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടായിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു മാറ്റം വരാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ക്ലെയിം ചെയ്യേണ്ടത് അത്യാവശ്യ കാര്യമാണ്. ആദ്യം നിങ്ങൾ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ വീഡിയോ കാണുക, കേൾക്കുക, പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യുക. അത്യാവശ്യ കാര്യമാണ്. ഇവിടെ കണ്ടില്ലേ ബോട്ടം വന്നിരിക്കുന്നത് ഏസ് ഓഫ് സോർട്സ് ആണ്. ഇവിടെയും പുതിയ തുടക്കം കണ്ടില്ലേ. നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ, പുതിയ യാത്രകൾ, ഇതൊക്കെ നിങ്ങൾക്ക് സഫലമാകുന്നതാണ്. ഈ യാത്രകളൊക്കെ നിങ്ങൾക്ക് സഫലമാകും. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിച്ച് കൊണ്ടുവരൂ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഇതുവരെയും കണ്ടത്. ഇവിടെ കണ്ടില്ല, ഇവിടെ പുതിയ തുടക്കം. നിങ്ങളുടെ ജീവിതം മാജിക്ക് പോലെ മുന്നോട്ട് നീങ്ങും, മുന്നോട്ട് മാറിക്കിട്ടും. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഹൃദയവിശുദ്ധി വരുത്തുമ്പോൾ മാത്രമാണ് മാനിഫെസ്റ്റേഷൻ വർക്ക് സഫലമാകുന്നത്. പുതിയ തുടക്കം ചിലപ്പോൾ നിങ്ങൾക്ക് വിദേശത്ത് പോകാനുള്ള കാര്യങ്ങളാകാം, അല്ലെങ്കിൽ അവിടെ നിന്നും തിരിച്ച് നാട്ടിലേക്ക് വരാനാവാം, പുതിയ കോഴ്സുകൾ പഠിക്കാനാവാം, പുതിയ ജോലി കാര്യങ്ങളിലേക്ക് നീങ്ങാനും ആയിരിക്കാം. പുതിയ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഓവറോൾ എനർജി വന്നിരിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ഡിവൈൻ ഗൈഡൻസ് ആണ് വന്നിരിക്കുന്നത്. ഇത് ഇന്നർ ആൽക്കമിസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. അതായത് രസതന്ത്രജ്ഞനാണ്. എന്ന് വെച്ചാൽ മാജിക്കൽ ഐസ് ആൻഡ് ഹാർമണി ബ്ലെൻഡ് വാട്ട് ഹീൽസ് ഓപ്പോസിറ്റ് ഫയർ ആൻഡ് വാട്ടർ, പേഷൻ ആൻഡ് പേഷ്യൻസ്, യുവർ ബാലൻസ് ഈസ് യുവർ ബ്രില്യൻസ്. പറയുന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാജിക്കൽ ഐസ് ആൻഡ് ഹാർമണി. മാജിക് എവിടെയാണ് ഉള്ളത്? ഹാർമണിയിലാണ്.
മനസ്സിലായോ? അപ്പോൾ ഈ ഹാർമണി എന്ന് പറഞ്ഞാൽ എന്താ, ഐക്യത്തിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക, ഒരു ഐക്യം, രണ്ടുപേർ തമ്മിലുള്ള ഒരു ഐക്യം. ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള ഐക്യം, രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിൽ ഉള്ളവരാണ്, രണ്ടുപേരും രണ്ട് തരത്തിലുള്ള സ്വഭാവ വിശേഷങ്ങൾ ഉള്ളവരാണ്. ഒന്നിച്ചു പോകണമെങ്കിൽ എന്താണ് ഇവിടെ ഏറ്റവും അത്യാവശ്യം? ഇവിടെ ഒരു മാജിക്ക് നടത്തണം, മാജിക്ക് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. അതായത് വെള്ളത്തെയും തീയെയും കൂട്ടി യോജിപ്പിക്കുക, അതുപോലെ പാഷനെയും അഗ്നിയെയും ക്ഷമയെയും കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോവുക. ഇതൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ നിങ്ങൾ കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുവന്ന് അവിടെ ഒരു മാജിക്കിനെ പ്രയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു മിടുക്ക് തന്നെയാണത്. അവിടെ നിങ്ങൾ ബാലൻസ് ചെയ്ത് ലൈഫ് കൊണ്ടുപോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, മനസ്സിലായി, വിപരീത സ്വഭാവമുള്ള രണ്ട് കാര്യങ്ങളെ നിങ്ങൾ ഒന്നിച്ച് കൂട്ടിച്ചേർത്ത് അവിടെ നിങ്ങൾ ബാലൻസ് കണ്ടെത്താൻ ശ്രമിക്കുന്ന നിങ്ങളുടെ മിടുക്ക് തന്നെയാണ് അവിടെ. അങ്ങനെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയൊരു മിടുക്കുള്ള വ്യക്തിയാവും, അല്ലെങ്കിൽ ഏറ്റവും വലിയ ബ്രില്യൻ്റ് ആയിട്ട് നിങ്ങളെ കണക്കാക്കാൻ പറ്റും. അങ്ങനെ നിങ്ങളുടെ ജീവിതവും മാജിക്കായിട്ട് മുന്നോട്ട് വരും. ഇവിടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്, ഒരു മാജിക്ക് പ്രവർത്തിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്, അല്ലേ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എപ്പോഴും വിളിക്കാൻ പാടില്ല, മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യുക എന്നാണ് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത്. എന്നിരുന്നാൽ കൂടെ എല്ലാവരും പെട്ടെന്ന് ഒരു നമ്പർ കണ്ടിട്ടെടുത്തിട്ടങ്ങ് വിളിക്കും. എപ്പോഴും കോൾ എടുക്കാനോ സംസാരിക്കാനോ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളൊരു മെസ്സേജ് അയക്കൂ എന്ന്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.